അയമോദകം. അജ്വൈനിന്റെ രുചി പലർക്കും ഇഷ്ടമാണ്. ഭക്ഷണത്തിന്റെ രുചി കൂട്ടാൻ ഈ സെലറി ഉത്തമമാണ്. മഞ്ഞുകാലത്ത് അജ്വൈന് കൂടുതലായി ഉപയോഗിക്കുന്നു, കാരണം അതിന്റെ പ്രഭാവം ചൂടുള്ളതാണ്. ഇത് കഴിക്കുന്നതിലൂടെ ശരീരം ചൂട് നിലനിർത്തുന്നു. അജ്വൈന് ആമാശയത്തിന് വളരെ ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നു. പച്ചക്കറികളുടെ പല ഫില്ലിങ്ങുകളിലും അജ്വൈന് ചേർക്കുന്നു. നാരുകള്, ധാതുക്കള്, വിറ്റാമിനുകള്, ആന്റിഓക്സിഡന്റുകള് തുടങ്ങി നിരവധി പോഷകങ്ങൾ അജ്വൈനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശരീരം പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നത്. ഇത് സ്ഥിരമായി കഴിച്ചാൽ വയറുവേദന, അസിഡിറ്റി, മലബന്ധം തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. അതിനാൽ ഇന്ന് നിങ്ങൾ സെലറിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയും. ഇത് എങ്ങനെ കഴിക്കാം എന്ന് പറയാം. സെലറി എങ്ങനെ കഴിക്കാം? 1. ദിവസവും സ്ഥിരമായി അജ്വൈന് വെള്ളം കുടിച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാം. അജ്വൈന് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുകയും ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദിവസവും രാത്രി അല്പം സെലറി വെള്ളത്തിൽ കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക. 2. മഞ്ഞുകാലത്ത് അജ്വൈന് വെള്ളം കുടിക്കുന്നത് ആസ്മ, ജലദോഷം, ചുമ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കുന്നു. ശൈത്യകാലത്ത് ചുമ, ജലദോഷം എന്നിവയുടെ പ്രശ്നം കൂടുതൽ വർദ്ധിക്കുന്നു. ഇതിനായി സെലറി, ഇഞ്ചി, കുരുമുളക്, ഗ്രാമ്പൂ, തുളസി എന്നിവ രാവിലെ വെള്ളത്തിൽ തിളപ്പിക്കുക. എന്നിട്ട് അരിച്ചെടുത്ത് കുടിക്കുക. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. 3. അജ്വൈന് വെള്ളം കുടിച്ചാലും പ്രമേഹം നിയന്ത്രണ വിധേയമാകും. ആഴ്ചയിൽ 2-3 തവണ അജൈവന് വെള്ളം കുടിക്കുന്നത് പ്രമേഹ സാധ്യത കുറയ്ക്കും. ഇതോടൊപ്പം ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾക്കും ആശ്വാസമുണ്ട്. ആയുർവേദത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ് അയമോദകം. സാധാരണയായി നാം ഗ്യാസ് ട്രബിളിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉപയോഗിച്ചുവരുന്ന ഒന്നാണ് അയമോദകം. ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് അയമോദകം. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മ ആരോഗ്യത്തിന് നല്ലതാണ്. അയൺ സമ്പുഷ്ടം ആയതിനാൽ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിന് നവോന്മേഷം ഉണ്ടാവുന്നു. വിളർച്ചയോ ക്ഷീണമോ നിങ്ങളെ ബാധിക്കില്ല. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹന പ്രക്രിയ സുഗമമാക്കാൻ നല്ലതാണ്. ഇതിന്റെ ഉപയോഗം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് പുറത്തു കളയുവാനും തടി കുറക്കുവാനും നല്ലതാണ്. ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അയമോദകം ഇട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അയമോദകം അല്പം ശർക്കര ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ജലദോഷം മാറാൻ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾക്ക് അയമോദകം പൊടിച്ചത് ഇട്ടുകൊടുത്താൽ മതി. ആർത്തവ സംബന്ധമായ വേദനകൾ മാറുവാനും മൂത്രാശയ അണുബാധകൾ ഇല്ലാതാക്കുവാനും അയമോദകം ഉപയോഗം ഫലവത്താണ്. അയമോദകം പൊടിച്ചത് അല്പം വെണ്ണ ചേർത്ത് കഴിച്ചാൽ കഫക്കെട്ട് മാറിക്കിട്ടും. 1 ടീസ്പൂൺ അയമോദകം അല്പം ഉപ്പു ചേർത്തു വേദനയുള്ള പല്ലിനു മുകളിൽ വച്ചാൽ വേദന മാറിക്കിട്ടും. അയമോദകം നല്ല പോലെ പൊടിച്ച് നാരങ്ങാ നീര് ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ചു വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കുക. ഇത് ശരീരത്തിലെ അമിത കലോറി കുറക്കുന്നു. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കും. ഔഷധങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. കൂടുതൽ ഹെൽത്ത് ടിപ്സിനു വേണ്ടി സഹറ ഹെൽത്ത് ടിപ്സ് ഫോളോ ചെയ്യൂ. കൂടെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.